ഈ പൈപ്പിൻ്റെ ഉയരം 14 അടിയാണ്. 14 അടി പൈപ്പിൽ 2 അടി മണ്ണിൻ്റെ താഴോട്ട് പോയിട്ടുണ്ട്. 2 അടി 2 അടി സ്ക്വയറിൽ കുഴി കുഴിച്ചിട്ട് കോൺക്രീറ്റ് ഇട്ട് വയ്ക്കുകയാണ് ചെയ്തത്. അതിനടിയിൽ 8 മില്ലിയുടെ 2 കമ്പികൾ കൊടുത്തിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ പൈപ്പിൻ്റെ തിക്നെസ് 4 kg ആണ്. 4 ഇഞ്ച് 4 kg പൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഒത്തിരി വീഡിയോകൾ കണ്ടിട്ടാണ് അത് വളരെ നല്ലതാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തത്. എൻ്റെ പേര് പുഷ്പരാജാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ദേശത്ത് കവളാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഞാൻ പ്രവാസിയാണ്. ഈ കുരുമുളകിനെ കുറിച്ച് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, ചെയ്യണമെന്നിങ്ങനെ താല്പര്യത്തോടെ ഞാനായിരുന്നു. ഒത്തിരി യൂട്യൂബിലെ വീഡിയോകൾ കാണുകയും പല കുരുമുളകിനെ കുറിച്ച് ഞാൻ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ കുമ്പുക്കൽ കുരുമുളക് എനിക്ക് വളരെ ബെറ്ററായിട്ട് തോന്നി. ഞാനങ്ങനെ ലിജോ ചേട്ടനെയും അനീഷ് ചേട്ടനെയും വിളിക്കുവാനിടയായി. വിളിച്ചു. അവർ എനിക്ക് വേണ്ട വളരെ നല്ല ഹെൽപ്പ് തരുവാനിടയായി. അവർ എനിക്ക് തന്നതനുസരിച്ച് ഞാൻ അത് ഭംഗിയായിട്ട് നടുവാനും എനിക്കിടയായി. പിന്നെ ഈ PVC പൈപ്പിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം തോന്നി. അത് ഞാൻ അനീഷ് ചേട്ടനെ വിളിക്കുകയും അത് എനിക്ക് വളരെ മിതമായ വിലയിൽ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിച്ച് തന്നു. അങ്ങനെ ഞാനിപ്പോൾ ഈ കുരുമുളക് നട്ടിട്ട് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. അത് വളരെ നന്നായിട്ട് തന്നെ പൊടിച്ചു വരുന്നു. എല്ലാത്തിനും മുളകളെല്ലാം പൊട്ടി വളരെ ഭംഗിയായിരിക്കുന്നു. ഇതാണ് നമ്മൾ PVC പൈപ്പ്, 4 ഇഞ്ച് 4 kg പൈപ്പ്. ഇതിൻ്റെ ചുവട്ടിലിങ്ങനെ 2 തൈകളാണ് 2 വശത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വളർന്ന് വരുമ്പോഴത്തേന് ഇതിലിങ്ങനെ പൈപ്പിനോട് ചേർത്ത് വെച്ചിട്ട് വളരെ ചെറുതായിട്ടൊരു കെട്ടി കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഈ പൈപ്പിലിങ്ങനെ പിടിച്ചിങ്ങനെ മുകളിലോട്ട് വരും. ഇത് വേനലായതുകൊണ്ടാണ് ഇതിൽ ഷെയ്ഡ് വയ്ക്കുന്നത്. തെങ്ങിൻ്റെ ഓലയാണ് നമ്മൾ ഷെയ്ഡായിട്ട് വയ്ക്കുന്നത്. ഇത് എൻ്റെ മോനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ വിദേശത്തായതുകൊണ്ട് എൻ്റെ വൈഫ്, അമ്മ, എൻ്റെ മക്കൾ അവരാണ് ഈ കാര്യങ്ങൾ നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നത്. എൻ്റെ മോനാണ് ഈ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. നല്ല വേനലായതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന് ഷെയ്ഡ് വയ്ക്കുന്നത്. എൻ്റെ അമ്മയാണ് ഇത്, വൈഫ് ഇത്, ഇളയ മോനാണ്. 3 കുഞ്ഞുങ്ങൾ, 2 പേര് രാവിലെ ക്ലാസ് ഉണ്ട്, അവർ ക്ലാസ്സിന് പോയിരിക്കുന്നു. ഇവരാണ് ഈ കൃഷിയെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഞാനിതൊക്കെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്ത് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഇവരാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വെള്ളം നന, ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടുന്നതെല്ലാം ഇവരാണ് ചെയ്യുന്നത്. അവർ വലിയൊരു സഹായമാണ് എനിക്ക്. അവർ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് സന്തോഷം. PVC പൈപ്പ് നടാനുള്ള കാര്യം, ഒന്ന്, ഇതിന് ചെയ്യുന്ന വളം പൂർണ്ണമായിട്ടും അതിന് തന്നെ ലഭിക്കും. രണ്ടാമത്, ഇതിൻ്റെ ഷെയ്ഡ് നമ്മൾ വെട്ടി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടുന്ന വളം മുഴുവനും കുരുമുളകിന് തന്നെ ലഭിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം. ഈ കുരുമുളക് ഞാൻ ഓൺലൈനിലാണ് ഇത് ബുക്ക് ചെയ്തത്. കുമ്പുക്കൽ കുരുമുളക് ഞാൻ 2 അടി 2 അടി സ്ക്വയറാണ് ഇതിൻ്റെ കുഴി എടുത്തതിന് ശേഷം ഈ PVC പൈപ്പ് 6 അടി പൈപ്പാണ് ആദ്യം ഞാൻ നിർത്തി കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം അവർ എനിക്ക് തന്ന അതനുസരിച്ച് ഞാൻ വളം മിക്സ് ചെയ്യുകയും അതിൻ്റെ ചുവട്ടിൽ ആ വളം ഇട്ട് 2 ആഴ്ചത്തോളം വെള്ളം നന്നായി ഭംഗിയായിട്ട് നനച്ച് അതിനുശേഷം എനിക്ക് തൈകൾ അവർ തരികയായിരുന്നു ചെയ്തത്. തൈ എനിക്ക് ഓർഡർ അനുസരിച്ച് ഇവിടെ കൊണ്ടു തരികയാണ് ചെയ്തത്. വളരെ നല്ല തൈകളായിരുന്നു. ഞാനത് അനുസരിച്ച് നടുകയാണ് ചെയ്തത്. എനിക്കപ്പോൾ അതിൽ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വേനലിൽ ഇത് വയ്ക്കുകയാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇതിനെ വളർത്തി കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം ഇത് വേനലിൽ ഞാൻ നല്ല വേനലിലാണ് വെച്ചത്. രാവിലെയും വൈകുന്നേരവും 2 നേരം വെള്ളം നന കൊടുക്കും. വളരെ ഭംഗിയായിട്ട് തന്നെ തൈകളെല്ലാം നിൽപ്പുണ്ട്. PVC പൈപ്പ് ഡീലർഷിപ്പ് നന്നായിരുന്നു. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വളരെ ലാഭത്തിൽ അത് കിട്ടി. ഏകദേശം ഒരു 600 രൂപയുടെ അടുത്ത് എനിക്കതിന് വില വന്നു. അതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയൊരു ഇത് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ ഒത്തിരി പൈസ മുടക്കേണ്ടി വന്നേനെ. അത് വീണ്ടും കുറച്ചുകൂടി അധികം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എനിക്ക് അവരെന്നെ ഒരുപാട് സഹായിച്ചു. എനിക്കിതിനെക്കുറിച്ച് ആദ്യം നല്ല അറിവില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ കണ്ടാണ് ഇതിനെ പഠിച്ചത്. എന്നാൽ ഒത്തിരി കുരുമുളകിനെ കുറിച്ച് പഠിച്ചപ്പോൾ കുമ്പുക്കൽ വളരെ നല്ലതായിട്ട്, നല്ല ഗ്രോത്ത് ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിപ്പോൾ ഞാൻ നട്ടതേ ഉള്ളൂ. നട്ടിട്ട് ഞാനിപ്പോൾ പോവുകയാണ് വിദേശത്ത്. പിന്നെ ഇവരാണ് ഈ ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ഞാൻ അടുത്ത് വരുമ്പോഴത്തേന് ഇതിൻ്റെ ബാക്കി അനുഭവങ്ങൾ കുറിച്ച് നിങ്ങളോട് പറയുന്നതായിരിക്കും.